ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അല്ലേ? ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഗ്രാമർ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷെ പറയുന്നത് ശരിക്കും അതിൻ്റെ ഘടനയും വാചകങ്ങൾ ഉപയോഗിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. കറക്റ്റ് അതേപോലെ തന്നെ പരമാവധി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷ് മലയാളന്മാർ തന്നെ ഉപയോഗിക്കാൻ കഴിയും. കാരണം നമ്മൾ മലയാളത്തിൽ ഗ്രാമർ ഒന്നും പഠിച്ചിട്ടല്ലല്ല, നന്നായിട്ട് നമ്മൾ മലയാളം സംസാരിക്കുന്നില്ല. ഇതുപോലെ തുടങ്ങല്ലേ എന്നാ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വത അല്ലെങ്കിൽ പ്രായം നിനക്കായിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പക്വത അല്ലെങ്കിൽ പ്രായം നിനക്കായിരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയാം? ശ്രദ്ധിക്കാം. യു ആർ ഓൾഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് സച്ച് തിങ്സ് എന്നാണ് പറയാം കേട്ടോ. യു ആർ ഓൾഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് സച്ച് തിങ്സ്. ഓക്കെ, അടുത്ത പറയാം. നിങ്ങൾ ഉടനെ തന്നെ ഒരു ജോലിക്ക് അപേക്ഷിക്കണം. നിങ്ങൾ ഉടനെ ഒരു ജോലിക്ക് അപേക്ഷിക്കണം. എങ്ങനെ പറയാം? യു ഷുഡ് അപ്ലൈ ഫോർ എ ജോബ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം കേട്ടോ. യു ഷുഡ് അപ്ലൈ ഫോർ എ ജോബ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അദ്ദേഹം ഈ ഓഫീസിൽ പിന്നെ 1990 മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1990 മുതൽ അദ്ദേഹം ഈ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പറയാം? ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് സിൻസ് 1990 എന്ന് പറയും. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് സിൻസ് 1990. ഓക്കെ, ഇനി അവളെ എനിക്ക് ജനലിലൂടെ കാണാൻ കഴിഞ്ഞു. ജനലിലൂടെ അവളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇതെങ്ങനെ പറയാം? ഐ കുഡ് സീ ഹെർ ത്രൂ ദ വിൻഡോ എന്ന് പറയും. ഐ കുഡ് സീ ഹെർ ത്രൂ ദ വിൻഡോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത് പറയും. കലാകാരൻ അവൻ്റെ ചിത്രരചന കൊണ്ട് കാണികളെ ആകർഷിച്ചു. കലാകാരൻ അവൻ്റെ ചിത്രരചനകൾ കൊണ്ട് കാണികളെ ആകർഷിച്ചു അല്ലെങ്കിൽ പ്രേക്ഷകരെ ആകർഷിച്ചു. എങ്ങനെ പറയാം? ദ ആർട്ടിസ്റ്റ് അട്രാക്റ്റഡ് ദ ഓഡിയൻസ് വിത്ത് ഹിസ് ഡ്രോയിങ്സ് എന്ന് പറയും. ദ ആർട്ടിസ്റ്റ് അട്രാക്റ്റഡ് ദ ഓഡിയൻസ് വിത്ത് ഹിസ് ഡ്രോയിങ്സ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ എൻ്റെ സഹോദരിയുമായിട്ടുള്ള പിന്നെ തർക്കത്തിനിടയിൽ ഗ്ലാസ് പൊട്ടിച്ചു. അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അല്ലേ? ഞാൻ എൻ്റെ സഹോദരിയുമായിട്ടുള്ള തർക്കത്തിനിടയിൽ ഗ്ലാസ് ഉടച്ചു. ഇതിങ്ങനെ പറയാം? ഐ ബ്രോക്ക് ദ ഗ്ലാസ് ഡ്യൂറിങ് ആൻ ആർഗ്യുമെൻറ്റ് വിത്ത് മൈ സിസ്റ്റർ എന്ന് പറയും. ഐ ബ്രോക്ക് ദ ഗ്ലാസ് ഡ്യൂറിങ് ആൻ ആർഗ്യുമെൻറ്റ് വിത്ത് മൈ സിസ്റ്റർ. ഓക്കെ, അടുത്തത്. ഈ മരുന്ന് നിങ്ങളുടെ ക്ഷതമേറ്റ ഭാഗത്ത് അല്ലെങ്കിൽ പരുക്ക് പറ്റിയ ഭാഗത്ത്, നിങ്ങളുടെ ശരീരത്തിലെ പരുക്ക് പറ്റിയ ഭാഗത്ത് ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ പറയാൻ നോക്കാം. അപ്ലൈ ദിസ് മെഡിസിൻ. അപ്ലൈ ദിസ് മെഡിസിൻ ഓൺ ദി എഫക്റ്റഡ് പാർട്ട് ഓഫ് യുവർ ബോഡി എന്ന് പറയും. അപ്ലൈ ദിസ് മെഡിസിൻ ഓൺ ദി എഫക്റ്റഡ് പാർട്ട് ഓഫ് യുവർ ബോഡി. അപ്ലൈ എന്ന് പറയട്ടെ. അപ്ലൈ എന്ന് പറഞ്ഞാൽ മറ്റു പല അർത്ഥങ്ങളുണ്ട്. പിന്നെ പ്രയോഗിക്കുക, അപേക്ഷിക്കുക എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെ പുരട്ടുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള യൂസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്ലൈ ഓർ യൂസ് ദിസ് മെഡിസിൻ ഓൺ ദി എഫക്റ്റഡ് പാർട്ട് ഓഫ് യുവർ ബോഡി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം ഇതാണ്. നമ്മളങ്ങനെ പറയില്ല. നിങ്ങൾ പറഞ്ഞതിനുള്ള ശരിയായ മറുപടി അല്ലെങ്കിൽ യഥാർത്ഥ മറുപടി ഇതാണെന്നൊക്കെ പറയണം. അതിനെങ്ങനെയാണ് പറയാം? ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ എന്ന് പറയട്ടോ. ഓക്കെ, ഇനി ഞാൻ അടുത്ത ആഴ്ച ഒരു പിന്നെ പാർട്ടി അല്ലെങ്കിൽ പരിപാടി നടത്താൻ പോവുകയാണ്. ഞാൻ പറയാം ഐ ആം ഗോയിങ് ടു അറേഞ്ച് എ പാർട്ടി നെക്സ്റ്റ് വീക്ക് എന്ന് പറയും. ഐ ആം ഗോയിങ് ടു അറേഞ്ച് എ പാർട്ടി നെക്സ്റ്റ് വീക്ക്. അതുപോലെ തന്നെ പാമ്പുകൾ അവരെ ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ആക്രമിക്കുകയുള്ളൂ. പാമ്പുകൾ അവരെ ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ ആക്രമിക്കുകയുള്ളൂ. ഇതിങ്ങനെ പറയാം? സ്നേക്സ് വിൽ ഓൺലി അറ്റാക്ക് ഇഫ് വി ഡിസ്റ്റർബ് ദം. സ്നേക്സ് വിൽ ഓൺലി അറ്റാക്ക് ഇഫ് വി ഡിസ്റ്റർബ് ദം എന്നാണ് പറയാം കേട്ടോ.
ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ ആഘോഷങ്ങൾക്കുമൊക്കെ ആനകൾ പ്രധാന ആകർഷണമാണ്. The elephants are the main attraction for the festival or celebration. The elephants are the main attraction for the festival or celebration. ഇത്ര മതിയല്ലോ അല്ലേ? ഇനി ഇതെല്ലാം ശരിക്കും നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ച് കേട്ടിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അതിങ്ങനെ ബൈ ഹാർട്ടാക്കി തന്നെ പഠിക്കണം പരമാവധി, എന്നാലേ നമുക്ക് കറക്റ്റ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ തുടക്കമാണ് ചാനൽ. ഞാനിങ്ങനെ ഇടയ്ക്ക് ക്ലാസ്സുകളുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും ഒന്നും മറക്കരുത്. ഓക്കെ.